മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടി രഞ്ജിതയുടെ ജീവിതത്തെക്കുറിച്ച് വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ പല കഥകളും പ്രചരിച്ചിരുന്നു. നിത്യാനന്ദ സ്വാമിയുടെ ഭക്തയായിരുന്ന നടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തു വന്നത് മുതലായിരുന്നു വലിയ വിവാദങ്ങളെല്ലാം തന്നെ പ്രധാനമായും ഉണ്ടായിരുന്നത്. ഇന്ന് നിത്യാനന്ദയുടെ കൈലാസത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന റാണിയെപ്പോലെയാണ് രഞ്ജിത പ്രധാനമായും വാഴുന്നതും. അഭിനേത്രിയായി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്തായിരുന്നു നടി ആത്മീയതയിലേക്ക് കടക്കുന്നതും. രഞ്ജിതയ്ക്കൊപ്പം സഹോദരിമാരും ഈ ആശ്രമത്തിലേക്ക് എത്തിയിരുന്നു. മക്കളെ വിട്ടുകിട്ടുന്നതിനു വേണ്ടി നടിയുടെ പിതാവ് കഠിനമായി ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ തമിഴിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രഞ്ജിതയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. 90കളിൽ തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു രഞ്ജിത എന്ന നടി. ആന്ധ്രാപ്രദേശിൽ ജനിച്ച രഞ്ജിതയുടെ പിതാവ് ഒരു പോലീസ് ഓഫീസർ കൂടിയായിരുന്നു. സിനിമയുടെ വലിയ താല്പര്യമുള്ളതിനാൽ ജോലി ഉപേക്ഷിച്ച് ചെന്നൈയിൽ വന്ന അദ്ദേഹം അവസരത്തിന് ശ്രമിച്ചെങ്കിലും അത് നടന്നിരുന്നില്ല. ഇതോടെയാണ് തന്റെ 3 പെൺമക്കളിൽ ഒരാളെ അഭിനേത്രിയാക്കാനായി പ്രധാനമായും തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടത്. മൂത്ത മകൾ നിർമ്മലയ്ക്കും ഇളയ മകൾ ജ്യോതിക്കും അഭിനയത്തോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ മകളായ രഞ്ജിതയ്ക്ക് അഭിനയത്തിൽ വലിയ താല്പര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു പിതാവ് മകളെ ഒരു അഭിനേത്രിയാക്കാൻ ശ്രമിച്ചതും. ആദ്യം ഒരു സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം രഞ്ജിതയുടെ പിതാവ് ഭാരതി രാജയുടെ അടുത്തെത്തി തന്റെ മകളെ അഭിനേത്രിയാക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ നാടോടി തെണ്ടൽ എന്ന ചിത്രത്തിൽ രഞ്ജിത അഭിനയിച്ചു. ഈ സിനിമയിലൂടെ നടി പ്രശസ്തിയിലേക്ക് എത്തുകയായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും കന്നഡയിലുമായി സൂപ്പർ താരങ്ങളുടെ നായികയായി തന്നെ രഞ്ജിത തിളങ്ങുകയുണ്ടായി. ഹിറ്റായ നിരവധി ചിത്രങ്ങളിലാണ് നടി പിന്നീട് അഭിനയിച്ചത്. ഇതിനിടെ ആർമി മേജറായ രാകേഷ് മേനോനെ വിവാഹം കഴിച്ച് കുടുംബിനിയായി മാറി. എന്നാൽ വിവാഹം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ തന്നെ ഇരുവരും അഭിപ്രായ വ്യത്യാസത്തിലായി. തുടർന്ന് വേർപിരിയുകയും ചെയ്തു. ഭർത്താവുമായി പിരിഞ്ഞതിനു ശേഷം രഞ്ജിത മിനി സ്ക്രീനിൽ ഏതാനും സീരിയലുകളിൽ മാത്രമായി അഭിനയിച്ചിരുന്നു. അതിനുശേഷം ആത്മീയതയിലേക്ക് തിരിയുകയായിരുന്നു. നിത്യാനന്ദയ്ക്കൊപ്പം വർഷങ്ങളോളം ആത്മീയ യാത്ര ചെയ്ത നടി സിനിമ പൂർണ്ണമായിട്ടും പിന്നീട് ഉപേക്ഷിച്ചു. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഗോസിപ്പുകളിലൊന്നും കുടുങ്ങാതെ രഞ്ജിത നിത്യാനന്ദയുടെ പേരിൽ വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. രഞ്ജിത വരുന്നതുവരെ നിത്യാനന്ദയുടെ ആശ്രമത്തിലെ മുഖ്യ ശിഷ്യയായിരുന്ന സ്ത്രീയെ ആട്ടി ഓടിക്കുകയും ആ സ്ഥാനത്തേക്ക് രഞ്ജിത എത്തുകയുമാണ് ചെയ്തത്. ഈ ദേഷ്യത്തിലാണ് രഞ്ജിതയും നിത്യാനന്ദയും ഒരുമിച്ചുള്ള കിടപ്പുമുറി ദൃശ്യങ്ങൾ വരെ പ്രധാനമായും പുറത്തു വന്നിരുന്നതും. ഇത് വളരെയധികം വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. രഞ്ജിത മാത്രമല്ല, അവർക്ക് പിന്നാലെ സഹോദരിമാരായ നിർമ്മലയും ജ്യോതിയും നിത്യാനന്ദയുടെ ആശ്രമത്തിൽ എത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഭക്തകളായി മാറുകയാണ് ചെയ്തത്. ഇതോടെ മക്കളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് രഞ്ജിതയുടെ പിതാവ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. മൂത്ത മകളായ നിർമ്മലയും രഞ്ജിതയും നിത്യാനന്ദയുടെ ആശ്രമത്തിൽ എത്തുകയും ഭക്തകളായി മാറുകയുമായിരുന്നു. ഇതോടെ മക്കളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് രഞ്ജിതയുടെ പിതാവ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തെങ്കിലും മൂത്ത മകളായ നിർമ്മലയും രഞ്ജിതയും നിത്യാനന്ദയുടെ ആശ്രമത്തിൽ നിന്ന് വരാൻ തയ്യാറായിരുന്നില്ല. ഇളയ മകൾ ജ്യോതി അച്ഛനൊപ്പം പോവുകയുമായിരുന്നു. ഇന്ന് നിത്യാനന്ദയുടെ കൈലാസത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു രഞ്ജിത. കൈലാസയുടെ എല്ലാ നിയന്ത്രണങ്ങളും രഞ്ജിതയുടെ കൈകളിലാണെന്നും അദ്ദേഹത്തിന്റെ എല്ലാമായി അവൾ അവിടെ വരികയാണെന്നുമായിരുന്നു മാധ്യമപ്രവർത്തകനായ തമിഴ് പാണ്ഡ്യൻ ഒരു വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത്.